അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. സ്നേഹാദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുഞ്ഞിപ്പ മാസ്റ്റർ, KC മുഹമ്മദ് മൗലവി, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ISM മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഇങ്ങനെയൊരു പൊതുസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചകളിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഭാഗങ്ങളിലും പട്ടണങ്ങളിലും മന്ത്രവാദം മതത്തിനെതിരെ മനുഷ്യനെതിരെ എന്ന പ്രമേയത്തിൽ വിപുലമായ സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. മലയാളി മുസ്ലിങ്ങൾ ഈ ദുരാചാരത്തിനെതിരെ അതിശക്തമായ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുമ്പോൾ ബോധ്യമാകുന്നത്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളും എഴുത്തുകാരും പണ്ഡിതരുമെല്ലാം കേരളീയ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അത്യാചാരത്തിനെതിരെ അണിചേരാൻ തയ്യാറാവുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അവർക്കൊക്കെ പല കാരണങ്ങൾ കൊണ്ട് പറയാൻ കഴിയാത്തത് പൊതുസമൂഹത്തിനു മുമ്പിൽ വെട്ടിത്തുറന്നു പറയുവാൻ മുജാഹിദ് യുവജന വിഭാഗത്തിന് സാധിക്കുന്നു. അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും രാജിയായി രാഷ്ട്രീയ സാമൂഹിക നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരൊഴികെ സമൂഹത്തെ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുന്ന, സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അണിചേരുവാൻ തയ്യാറാണ് എന്നുള്ളതാണ് വസ്തുത. കേരളീയ സമൂഹത്തിൽ ആധുനിക ചികിത്സ എന്ത് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ബാനറിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആധുനിക വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആധുനിക ചികിത്സയെ സംബന്ധിച്ച് അജ്ഞരായിരുന്ന മലയാളി മുസ്ലിങ്ങളെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ആധുനിക ചികിത്സയുടെ അനിവാര്യതയും ബോധ്യപ്പെടുത്താനാണ് മക്തിത്തങ്ങൾ മുതലുള്ള മഹാരഥന്മാർ അവരുടെ തൂലികയും നാവും വിനിയോഗിച്ചത് എന്നതൊരു വസ്തുതയാണ്. ആധുനിക വിദ്യാഭ്യാസത്തോട് അറപ്പ് കാണിച്ച് ഇരുളിന്റെ ഇരുട്ടറകളിൽ ഒളിച്ചിരുന്നിരുന്ന ഒരു സമൂഹം ക്ഷുദ്ര ചികിത്സകളിലും ദുരാചാരങ്ങളിലും മുഴുകിയിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തെയാണ് ശക്തമായ ബോധവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാർ മുഖ്യധാരയിലേക്ക് വളർത്തിയെടുത്തത്, ഉയർത്തിയെടുത്തത്.
ഈ നവോത്ഥാന ചരിത്രം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നവോത്ഥാനത്തെ പരിഹസിക്കുന്ന പുരോഹിതന്മാരുടെ വിളയാട്ടം കാണുമ്പോഴാണ്. മലയാളി മുസ്ലിങ്ങൾ, മലയാളി സമൂഹം അനവധി നവോത്ഥാന നായകന്മാരുടെ പരിശ്രമത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ നവോത്ഥാനത്തിന്റെ കഠിനാധ്വാനങ്ങളെ, ആ നവോത്ഥാനത്തിന്റെ വിയർപ്പുകളെ പുച്ഛിച്ച് തള്ളുന്ന മതതീവ്രവാദികൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാതിരുന്നുകൂടാ. വ്യാജാത്മീയവാദികൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ കേരളീയ സമൂഹത്തിന്റെ അഭിമാനം നശിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ ആരോഗ്യവും കേരളത്തിന്റെ വിദ്യാഭ്യാസവും കേരളത്തിന്റെ പ്രബുദ്ധതയും കേരള സംസ്കാരത്തിന്റെ തനിമയുമെല്ലാം ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ ഇരുണ്ട ഗുഹകളിലേക്ക് തിരിഞ്ഞു നടക്കുന്ന കേരളീയ സമൂഹം എത്രമാത്രം ക്രൂരതയാണ് കേരളത്തോട് കാണിക്കുന്നത് എന്ന് ചിന്തിക്കുക. എവിടെ നിന്ന് വരുന്ന വാർത്തകളും മലയാളികളുടെ ആർത്തിയും ദുരയും സൂചിപ്പിക്കുന്നതാണ്. പണമുണ്ടാക്കുവാൻ, സ്ഥാനമാനങ്ങൾ നേടുവാൻ, ആധിപത്യമുറപ്പിക്കുവാൻ അന്ധവിശ്വാസങ്ങളെ വ്യത്യസ്ത വർണ്ണങ്ങളിലും വ്യത്യസ്ത പൊതികളിലുമാക്കി വിപണനം നടത്തുന്ന മതവ്യാപാരികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈന്ദവ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതവ്യാപാരത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ സമൂഹത്തിന്റെ ബാനറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കരിസ്മാറ്റിക് ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും ശാന്തി ശുശ്രൂഷയും ആ സമൂഹത്തെ എത്രമേൽ അപകടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സ്വലാത്തുകളുടെയും ദിക്റുകളുടെയും അതുപോലെ മന്ത്രവാദത്തിന്റെയും ഒക്കെ പേരിൽ കേരളീയ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിത വർഗത്തിന്റെ തനിനിറം ഇവിടെ മുൻകഴിഞ്ഞ പ്രഭാഷകന്മാർ വളരെ സവിസ്തരം പ്രതിപാദിച്ചു. എല്ലാ മതവിശ്വാസികളും എല്ലാ മതത്തിന്റെ ലേബലിൽ പ്രത്യക്ഷപ്പെടുന്നവരും ഇന്ന് ഐക്യത്തോടുകൂടി അംഗീകരിക്കുന്ന ഒരു വസ്തുതയായിരിക്കുന്നു അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു അദൃശ്യമായ ഐക്യം എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഒരു സഹോദരിയെ മന്ത്രവാദത്തിന്റെ മറവിൽ പിച്ചു ചീന്തിയ കാട്ടാളന്മാരുടെ ഫോട്ടോ പത്രത്താളുകളിൽ നാം കാണുകയുണ്ടായി. മുട്ടിനൊപ്പം നിൽക്കുന്ന താടിയുമായി നിൽക്കുന്ന ഒരുത്തനും ഒരു അമുസ്ലിം നാമധാരിയുമാണ് ആ കാട്ടാളത്തിന് പിന്നിലെന്ന് മാധ്യമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. കൊണ്ടോട്ടിയിൽ ശകുന്തള എന്ന സഹോദരി ഒരു പൂജാരിയുടെ ആർത്തിക്ക് മുമ്പിൽ പിടഞ്ഞു മരിച്ചപ്പോൾ ആ പൂജാരിയുടെ അടുത്തേക്ക് റഫർ ചെയ്തത് ഒരു ബീവിയാണ് എന്ന് പത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ പണിക്കന്മാരും തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ആധുനിക മുല്ലമാരും കൈകോർത്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളുടെ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് പണവും സ്വാധീനവും മാത്രമാണ്. അവിടെ മതമോ നിറമോ വിശ്വാസമോ അവർക്ക് പ്രശ്നമല്ല. ഇരകളുടെ മതമോ വിശ്വാസമോ പ്രശ്നമല്ല. എത്രയോ ശവകുടീരങ്ങളിൽ അമുസ്ലിങ്ങളായ ആളുകൾ ധാരാളക്കണക്കിന് എത്തിക്കൊണ്ടിരിക്കുന്നു.
ഏറ്റവും വലിയ വരുമാന മാർഗമായി അവരെ കാണുന്നു. ശവകുടീര വ്യവസായം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വ്യവസായമായി മാറിയിട്ടുണ്ട്. അവിടങ്ങൾ കോടികൾ മറിയുന്ന ബിസിനസ്സാണ് നടക്കുന്നത്. അവിടുത്തെ പുരോഹിതന്മാർക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമാണുള്ളത്. ഇവിടുത്തെ ആദായ നികുതിയുടെ യാതൊരു റെയ്ഡുമില്ലാത്ത സ്ഥലം ശവകുടീര വ്യവസായമാണ്, ശവകുടീരങ്ങളാണ്. കേരളത്തിലെ ശവകുടീരങ്ങളിലാണ് സെക്സ് റാക്കറ്റുകളും കൊട്ടേഷൻ സംഘങ്ങളും മയക്കുമരുന്നു മാഫിയകളും മന്ത്രവാദികളും കുടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഓരോ നാട്ടിലെയും ശവകുടീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു തിന്മക്കൂട്ടമുണ്ട്. ആ തിന്മക്കൂട്ടമാണ് പുരോഹിതന്മാരെ സംരക്ഷിക്കുന്നത്, ശവകുടീരം സംരക്ഷിക്കുന്നത്, അവിടുത്തെ വ്യവസായം സംരക്ഷിക്കുന്നത്. അവിടെ നടക്കുന്ന ലൈംഗിക കേളികളും സാമ്പത്തിക ചൂഷണങ്ങളും വ്യക്തിഹത്യകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ശവകുടീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ നിയമപാലകർ റെയ്ഡ് നടത്തുന്നില്ല? രാഷ്ട്രീയ പിന്തുണ അതിനുണ്ടാകുന്നില്ല. അവിടെയാണ് മതവും നിറവും കയറി വരുന്നത്. വിശ്വാസത്തിന്റെ ഭാഗങ്ങളിൽ തൊട്ടാൽ കൈപൊള്ളുമെന്ന് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെയുള്ള ആത്മീയവാദികൾ മുഴുവൻ, കപട ദൈവങ്ങൾ മുഴുവൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റുന്നവരാണ്. മലയാളികളുടെ അമ്മയെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ചാനലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും നടത്തുന്ന മാതാമൃതാനന്ദമയി കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് കേരളത്തിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശിഷ്യഗണങ്ങൾ ചില്ലറയല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ശിഷ്യന്മാർ വന്ന് പടിഞ്ഞിരുന്ന അമ്മയുടെ വചസ്സുകൾ കേൾക്കുകയാണ്. ഈ അമ്മ പറന്നിറങ്ങുമ്പോൾ ഗ്രീൻ ചാനലിലൂടെ കേരളത്തിലേക്ക് കടന്നു വരുന്നു. അമ്മയോടൊപ്പം വരുന്നതൊന്നും ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ ഇവിടെ ആർക്കും താല്പര്യമില്ല. കാരണം ഒരു സമാന്തര ഭരണകൂടമായിട്ടാണ് അമൃതാനന്ദമയിയുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തൊട്ട് കളിക്കില്ല എന്നാണ് മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ തട്ടിപ്പുമായി കടന്നു വന്ന കാന്തപുരം പ്രവാചകന്റെ മുടിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് എവിടുന്നോ കിട്ടിയ ഒരു മുടിയുമായി കടന്നു വന്ന് ആ മുടി വെള്ളത്തിലിട്ടുകൊണ്ട് കുറെ കാലമായി കൊണ്ട് കേരളീയ സമൂഹത്തെ പരിഹസിക്കുകയാണ് അയാൾ. കോടികൾ പിരിച്ചെടുത്തുകൊണ്ട് മുടിപ്പള്ളി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിനുപോലും സാധ്യമല്ലാത്ത വിധം കുരുക്കിലകപ്പെട്ട് കിടക്കുന്ന കാന്തപുരത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയാൾ എന്തു ചെയ്താലും അതിനെ അംഗീകരിക്കുകയും കൈയടിക്കുകയും തക്ബീർ ചൊല്ലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ അയാൾ വളർത്തിയെടുത്തിട്ടുണ്ട്. കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാൻ അദ്ദേഹത്തിനും അനുയായികൾക്കും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തെ തൊട്ട് കളിക്കാനോ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാനോ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികളോ നേതാക്കന്മാരോ മുന്നോട്ട് വരാറില്ല. ചില അപശബ്ദങ്ങൾ ഇല്ല എന്നല്ല, മറിച്ച് ഐക്യത്തോടുകൂടിയുള്ള ഇത്തരം അന്ധവിശ്വാസ തട്ടിപ്പുകൾക്കെതിരെ ശബ്ദിക്കുവാൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തയ്യാറാവുന്നില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. പൊതുവെ നിരുപദ്രവകാരികൾ എന്ന് കരുതുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ബാനറിൽ പ്രവർത്തിക്കുന്ന പ്രഭാഷകന്മാരും സുവിശേഷകന്മാരും അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ തട്ടിപ്പുകളെ കുറിച്ച് പറയുവാനോ എഴുതുവാനോ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. വല്ല സക്കറിയെ പോലുള്ള എഴുത്തുകാർ വല്ലപ്പോഴും അത്തരത്തിലുള്ള ആത്മീയ അത്യാചാരങ്ങളെ സംബന്ധിച്ച് എഴുതുന്നു എന്നല്ലാതെ ഭൂരിഭാഗം എഴുത്തുകാരും പ്രഭാഷകന്മാരും വലിയ ഒരു ജനവിഭാഗത്തെ ആത്മീയതയുടെ
കപട വലയത്തിൽ ഒതുക്കിക്കൊണ്ട് നടത്തുന്ന മാസ്മരിക തട്ടിപ്പുകൾക്ക് നേരെ മൗനം ദീക്ഷിക്കുകയാണ്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ യുവജന വിഭാഗം ഒളിയും മറയുമില്ലാതെ മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ അതിശക്തമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാജാത്മീയതയുടെ തട്ടകങ്ങളിലാണ് തീവ്രവാദവും ഭീകരതയും വളരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ മുഖം ചൊളിക്കും. എന്നാൽ വസ്തുത അതാണ്. വ്യാജാത്മീയതയുടെ ഗുഹകളിലാണ് തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും വേരുകൾ കിടക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തെവിടെ മതത്തിന്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, മതത്തിന്റെ മറവിൽ ഭീകരവാദം പ്രചരിപ്പിക്കുന്നുണ്ടോ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, അത് സസൂക്ഷ്മം പരിശോധന വിധേയമാക്കിയാൽ കാണാൻ കഴിയും. വ്യാജ ആത്മീയതയുടെ ഗുഹകളിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, പൊട്ടിവിടരുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ മറവിൽ, മുസ്ലിങ്ങളുടെ മറവിൽ, മതത്തിന്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. സുപ്രധാന മതങ്ങളുടെ മറവിലെല്ലാം തന്നെ ഇവിടെ ഭീകരവാദവും തീവ്രവാദവും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ എല്ലാം വേരുകൾ ചികഞ്ഞന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, അത് കപട ആത്മീയ തമ്പുരാക്കന്മാരുടെ ആലയങ്ങളിൽ നിന്നാണ് അതെല്ലാം ഉയർന്നു വരുന്നത്. വ്യാജാത്മീയവാദികൾ, സൂഫി ത്വരീഖത്ത് ചിന്താഗതികർ, അതുപോലെ ഈ സമൂഹത്തിലെ എല്ലാവിധ അത്യാചാരങ്ങളും കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുന്ന പുരോഹിതന്മാരും സന്യാസിമാരും, ഇവരെല്ലാമാണ് സംഘപരിവാര ശക്തികൾക്കും ന്യൂനപക്ഷങ്ങളുടെ മറവിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്കും ഇസ്ലാമിന്റെ മറവിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്കുമെല്ലാം തന്നെ ബലം നൽകുന്നത്. ഇത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആത്മീയത തെറ്റായി മനസ്സിലാക്കുകയും അങ്ങനെ വ്യാജ ആത്മീയതയുടെ പ്രചാരകരാവുകയും ചെയ്തവരാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിപരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ഷിയാക്കളുടെ തീവ്രവാദം, ഷിയാക്കളുടെ ഭീകരവാദം. ഷിയ മിലീഷ്യ, ഷിയ സായുധ സംഘങ്ങൾ അറബ് ഇസ്ലാമിക ലോകത്ത് വലിയ വിപത്തുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അറബ് ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായ സാമ്രാജ്യത്വ ശക്തികൾക്ക് അറബ് രാജ്യങ്ങളെ തുണ്ടം തുണ്ടമാക്കി മാറ്റുവാനുള്ള പരവതാനിയാണ് ഷിയാക്കൾ എന്ന് വിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഷിയാക്കൾ? വ്യാജാത്മീയതയുടെ വലിയ പ്രചാരകന്മാരാണവർ. വേഷങ്ങളിലും ഭാഷകളിലും ആട്ടങ്ങളിലും പാട്ടുകളിലുമെല്ലാം തന്നെ ഒരു സമൂഹത്തെ തളച്ചിട്ടുകൊണ്ട് പ്രവാചക കുടുംബത്തിനും ഖലീഫമാർക്കും ഇസ്ലാമിക ലോകത്തിനും നേരെ ശകാര വർഷങ്ങൾ നടത്തുന്ന ഒരു വ്യാജ ആത്മീയ കൂട്ടമാണ് ഷിയാക്കൾ. അവർ വ്യാജ ആത്മീയതയെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് സായുധ സംഘങ്ങളെ വളർത്തിയെടുക്കുന്നതും സുന്നി രാഷ്ട്രങ്ങൾക്കെതിരെ അവരെ വിനിയോഗിക്കുകയും ചെയ്യുന്നത്. ഇനി സുന്നിയത്തിന്റെ പേരിൽ, സലഫിയത്തിന്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ നമുക്ക് ലോകത്ത് കാണാം. യഥാർത്ഥത്തിൽ സലഫിയത്തോ സുന്നിയത്തോ അതിന് ഉത്തരവാദിയല്ല. സലഫിയത്തോ സുന്നിയത്തോ അത്തരത്തിലുള്ള അതിവാദ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുമില്ല. ഖുർആനും തിരുനബിയുടെ ചര്യയും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന സലഫികളും സുന്നികളും
ഇത്തരത്തിലുള്ള അതിവാദ ചിന്തകൾക്ക് അതിശക്തമായി എതിര് നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അൽ ഖായിദയെ പോലെ, ബോക്കോ ഹറാമിനെ പോലെ, അതുപോലെ ISIS പോലുള്ള ഭീകരവാദ സംഘടനകൾ വ്യാജാത്മീയതയുടെ മറവിലാണ് ആളുകളെ കൂട്ടുന്നതും ന്യൂനപക്ഷങ്ങളടക്കമുള്ള ജനവിഭാഗത്തിന് നേരെ കൊലവിളി നടത്തുന്നതും അറബ് ഇസ്ലാമിക ലോകത്ത് ചിത്രത വളർത്തുകയും ചെയ്യുന്നത്. ഞാനിത് പറയുവാനുള്ള കാരണം, ആത്മീയത പരിധി വിട്ടാൽ, അതിര് ലംഘിച്ചാൽ, വ്യാജാത്മീയതയുടെ ഗുഹകളിലേക്ക് മനുഷ്യർ പ്രവേശിച്ചാൽ അവർ സമൂഹത്തിൽ നിന്ന് അകലുകയും ഈ സമൂഹത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വഴിമാറുമെന്ന് സൂചിപ്പിക്കാനാണ്. ഏത് വ്യാജ ആത്മീയ കൂട്ടത്തെയും നിങ്ങൾ പരിശോധിക്കുക. അനവധി ആത്മീയ കൂട്ടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അനവധി ത്വരീഖത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അറിയുന്നവരും അറിയാത്തവരും ത്വരീഖത്തിന്റെ പ്രചാരകന്മാരായി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തികളുടെയും കൂടെ കുറെ കൂട്ടങ്ങളുണ്ട്. അത്തരം കൂട്ടങ്ങളെല്ലാം പലപ്പോഴും ഇവിടുത്തെ മുഖ്യധാര മതസംഘടനകൾക്ക് നേരെ കുരച്ചു ചാടുകയും അവരുടെ പ്രവർത്തനങ്ങളെ പൊളിക്കുവാൻ വേണ്ടി ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. അങ്ങനെ കപടയാത്മീയതയുടെ അടിത്തറയിൽ രൂപം കൊള്ളുന്ന ആൾക്കൂട്ടങ്ങൾ അവസാനം എത്തിപ്പെടുന്നത് അതിതീവ്രതയിലേക്കും ഭീകരതയിലേക്കുമാണ് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ സംഭവങ്ങൾ പറയുന്നത്. വ്യക്തിവിദ്വേഷമാണ് ഇത്തരം ആത്മീയ കൂട്ടങ്ങൾ സമൂഹത്തിന്റെ ചിത്രതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തികളെ സംബന്ധിച്ച് ദൂഷണം നടത്തി, പരദൂഷണം പറഞ്ഞ് ഒരു തീവ്രവാദി കൂട്ടത്തെ സംഘടിപ്പിച്ച് ഒരു സമൂഹത്തെ മുഴുവൻ തകർക്കുക എന്ന ലോകത്തെ വ്യാജാത്മീയ തമ്പുരാക്കന്മാരുടെ അടവുകൾ തന്നെയാണ് കേരളത്തിലെയും വ്യാജാത്മീയ തമ്പുരാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സലഫിയത്തിന്റെ പേരിൽ, സുന്നിയത്തിന്റെ പേരിൽ ഈ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കിക്കൊണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങളെ തകർക്കുക എന്നതാണ് ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവ. ഞാൻ പറഞ്ഞു, ഇറാഖിലെ ISIS പോലുള്ള സംഘടനകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് അവർ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. രണ്ട് നാടിന്റെ അല്ലെങ്കിൽ രണ്ട് പട്ടണങ്ങളുടെ അധികാരം കിട്ടിയപ്പോഴേക്ക് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ISISന്റെ നേതാവ് രംഗപ്രവേശം നടത്തി. മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ അപമാനം വിതക്കുകയാണ് ഈ അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന ISISന്റെ നേതാവ് ചെയ്തിരിക്കുന്നത്. ISIS എന്ന് പറയുന്ന ഏറ്റവും വലിയ തീവ്രവാദികളായ, ഭീകരവാദികളായ സംഘത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വ്യാജ ചികിത്സകന്മാരും സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നവരും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നവരും വ്യാജാത്മീയത പ്രചരിപ്പിക്കുന്നവരുമെല്ലാം വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ സംഘടനയെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാഖിന്റെ മോചനത്തിന് വേണ്ടിയോ ഇറാഖിലെ ജനതയ്ക്ക് വേണ്ടിയോ അല്ല അവർ പണിയെടുക്കുന്നത്. അറബ് ലോകത്ത് ആത്മീയതയുടെ വക്താക്കളായി ചമയുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ ISISന്റെ ബാനറിൽ ഒരുമിച്ച് കൂട്ടി അറബ് ലോകത്തെ തകർക്കുക എന്ന തന്ത്രം മാത്രമാണ് ഇത്തരം സംഘടനകൾക്കുള്ളത്. ഞാൻ പറയുന്നത്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആത്മീയത കയറിയ ചെറുപ്പക്കാർ ഇത്തരം ഭീകരവാദി സംഘടനകളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ അടുക്കലുള്ള വിവരമാണ്. നമ്മുടെ കേരളക്കരയിൽ നിന്ന് വരെ ആത്മീയത അന്വേഷിച്ചുകൊണ്ട് പല ആളുകളും നാട് വിട്ടിട്ടുണ്ട്. അവരേത് നാട്ടിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടെയുള്ള അന്വേഷണ ഏജൻസികളാണ്. യഥാർത്ഥ ഇസ്ലാമിനെ തേടിക്കൊണ്ടാണ് അവർ നാട് വിട്ടിട്ടുള്ളത്.
അവർക്കിവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനം പോരാ, ഇവിടുത്തെ പ്രബോധനം പോരാ. ഇത്ര വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാജ്യം എവിടെയാണ്? എന്നിട്ടും ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഇട്ടെറിഞ്ഞുകൊണ്ട് വ്യാജാത്മീയതയുടെ ബാനറിൽ സംഘടിക്കുവാൻ വേണ്ടി യമനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പറന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് നവോത്ഥാന കേരളത്തിന് അപമാനമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, എഞ്ചിനീയറിംഗ് ബിരുദമുള്ള, മെഡിക്കൽ ബിരുദമുള്ള, IT ബിരുദമുള്ള ചെറുപ്പക്കാരെ തട്ടിയെടുത്തുകൊണ്ട് ജിഹാദി ആവേശം കയറിയ വ്യാജാത്മീയതയുടെ ബാനറിൽ സംഘടിച്ച ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് നടത്തുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ അതിൽ നിന്ന് പ്രതിരോധിക്കേണ്ടത്, ചെറുക്കേണ്ടത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഇളം തലമുറയുടെ ബാധ്യതയായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ വിഷയം കൂടി ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് മന്ത്രവാദ തട്ടിപ്പുകളുടെ ഭീകരത നമുക്ക് ബോധ്യമാവുക. ഇതൊരു മന്ത്രവാദ തട്ടിപ്പിൽ മാത്രം അവസാനിക്കുന്ന കേസല്ല. ഇവിടെ ആത്മീയവാദികളെ കയറി ഉരുവിടുകയാണെങ്കിൽ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന പുരോഹിതന്മാർ പള്ളികൾ തോറുമുണ്ടാകും. റുഖിയ ശറയ്യ എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന കോപ്രായങ്ങൾ പോലെ മുഫസ്സിറുൽ അഹ്ലാമുകൾ, സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന പുരോഹിതന്മാർ പള്ളികളുടെ ചെരുവുകൾ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പണിക്കരുടെ അടുക്കൽ പോകാൻ കഴിയുമോ? ഞങ്ങൾക്ക് സിദ്ധന്റെ അടുക്കൽ പോകാൻ കഴിയുമോ? അതുകൊണ്ട് ഇസ്ലാമിക ബാനറിൽ മന്ത്രവാദം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു ചായ്പ് ഞങ്ങൾക്ക് വേണം, ചെരുവ് ഞങ്ങൾക്ക് വേണമെന്നാണ്. കുറച്ചു കഴിയുമ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം നടത്തുവാനുള്ള റൂമുകൾ വേണം. വിവരമില്ലാത്ത സഹോദരിമാരും സഹോദരങ്ങളും അത്തരം സ്വപ്ന വ്യാഖ്യാതാക്കളുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാര്യങ്ങളാണ് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തെ ഭ്രാന്താലയമാക്കുവാൻ കേരളത്തിലെ മതസംഘടനകൾ ഈ ആത്മീയവാദികളെ വിട്ടുകൊടുക്കണമോ അതോ കേരളീയ സമൂഹത്തെ രക്ഷിക്കണമോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളും നിൽക്കുന്നത്. ഇവിടെ അനവധി മന്ത്രവാദ തട്ടിപ്പുകൾ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അറിയുന്നത് വളരെ കുറച്ചു മാത്രമാണ്. സ്വർണ്ണച്ചേനയുടെയും വലംപിരിശിന്റെയും ഹൈക്കലു സിഹാബിന്റെയും അറബി മാന്ത്രികത്തിന്റെയും അതുപോലെ പക്ഷികളുടെയും പാമ്പിന്റെയും ഒക്കെ പേരിൽ, ആമയുടെയും ഒക്കെ പേരിൽ തട്ടിപ്പ് നടത്തുമ്പോൾ വളരെ വളരെ കുറച്ചു വാർത്തകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ശവകുടീരങ്ങൾ കേന്ദ്രീകരിച്ച്, വീടുകൾ കേന്ദ്രീകരിച്ച്, സെന്ററുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ ഇസ്ലാമിക് കൗൺസിലിങ്ങുകളെന്നും ഖുർആൻ തെറാപ്പി എന്നും ഹദീസ് തെറാപ്പിയും എന്നൊക്കെ പേരിട്ടുകൊണ്ട് നടത്തുന്ന വ്യാജ ചികിത്സകളുടെ ഉള്ളറകൾ ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണമെന്നാണ് കേരളത്തിലെ പത്രപ്രവർത്തകരോടും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഇവിടെ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അന്വേഷിച്ചാൽ കിട്ടും. കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഇസ്ലാമിക് കൗൺസിലിങ്ങുകൾ, ഈ ഇസ്ലാമിക് കൗൺസിലിങ്ങുകൾ നടത്തുന്നത് അതിൽ ബിരുദമുള്ളവരാണോ, അവഗാഹമുള്ളവരാണോ, ശാസ്ത്രീയമായ വിജ്ഞാനമുള്ളവരാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ കാര്യങ്ങളും ഒപ്പിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരം പുരോഹിതന്മാർ പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിതാ കേരള കൗമുദിയിൽ വിശദമായി കൊണ്ടൊരു ഫീച്ചർ തുടങ്ങിയിരിക്കുന്നു. കേരള കൗമുദി പത്രം കേരളത്തിന്റെ ഈ മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുവാൻ ഫീച്ചറുകൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ വസ്തുത. മാതൃഭൂമി പത്രവും മരണം മണക്കുന്ന മന്ത്രവാദം എന്ന പേരിൽ ഈ മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെ ചില ലേഖനങ്ങൾ എഴുതുകയുണ്ടായി.
ഇനിയും ഇവിടെ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. മതവും നിറവും രാഷ്ട്രീയവും നോക്കാതെ മന്ത്രവാദ തട്ടിപ്പുകൾ, ആത്മീയ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരികയും സാധാരണക്കാരെ, അജ്ഞരായ മനുഷ്യരെ തീവ്രവാദികളുടെ, ഈ മന്ത്രവാദികളുടെ കുരുക്കുകളിൽ അകപ്പെടാതെ രക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ മാധ്യമങ്ങളും പൊതുസമൂഹവും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും കുടുംബങ്ങളുമെല്ലാം മന്ത്രവാദ തട്ടിപ്പുകളെ സംബന്ധിച്ച് ബോധവാന്മാരാകുമ്പോൾ ആത്മീയ തമ്പുരാക്കന്മാർക്ക് നമ്മുടെ നാടുകളിലും വീടുകളിലും വന്നുകൊണ്ട് ഛിദ്രതയുണ്ടാക്കുവാൻ കഴിയില്ല. ഈ മന്ത്രവാദ തട്ടിപ്പുകൾ നടത്തുന്ന മന്ത്രവാദികളുടെ കുടുംബജീവിതങ്ങളാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇവരൊക്കെ കുടുംബം നന്നാക്കാനാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. കുടുംബ പ്രശ്നമാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി മന്ത്രവാദിയുടെ അടുക്കലെത്തുമ്പോൾ അവൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാനുള്ള വിദ്യകളും അതുപോലെ രോഗം സുഖമാക്കുവാനുള്ള കാര്യങ്ങളും പൈശാചിക ബാധയൊഴിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വീട് പൊളിച്ചും കക്കൂസ് പൊളിച്ചും വടക്കിനി പൊളിച്ചും അടുക്കള പൊളിച്ചും എത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെ ഒരു സഹോദരി, വളരെ അടുത്ത ഒരു ബന്ധുവായ ഒരു സഹോദരി, അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു മന്ത്രവാദ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവിന് മന്ത്രവാദങ്ങളിൽ ഏറ്റവും വലിയ വിശ്വാസമാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ഒട്ടും വിശ്വാസമില്ല. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരാധീനതകൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം വീടാണ് എന്ന് മന്ത്രവാദി വിധി എഴുതിയതിന്റെ ഫലമായി തറയ്ക്കു ചുറ്റും ഒരു കോലാഴത്തിൽ കുഴി കുഴിച്ചിരിക്കുകയാണ്. പാടത്ത് വീടുള്ള ഈ സഹോദരിയുടെ വീട് ഈ പെരുമഴക്കാലത്ത് നിലംപൊത്താത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ആ സഹോദരി പറഞ്ഞത്. വടക്കിനി പൊളിക്കാൻ, അടുക്കള പൊളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഏറ്റവും നല്ല ബാത്റൂം അവിടുന്ന് പൊളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ. ഈ സാധു മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ഇവിടുത്തെ മന്ത്രവാദികൾ തട്ടിയെടുക്കുന്നു. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ മന്ത്രവാദികൾ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പഴയ ഇസ്മിന്റെ പണിക്കാരുടെ സ്ഥാനത്ത് പാൻറിട്ട താടി നീട്ടിയ, അതുപോലെ തഖ്വയ അഭിനയിക്കുന്ന, തഖ്വയുടെ അടയാളങ്ങളൊക്കെ എടുത്തണിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന കുട്ടിത്തമ്പുരാക്കന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക കൗൺസിലിംഗിന്റെ പേരിൽ, ഖുർആൻ തെറാപ്പിയുടെ പേരിൽ, എന്നിട്ടോ ഖുർആൻ ഒരു ഭാഗം സീഡിയാക്കി വെച്ചിരിക്കുന്നു, പ്രത്യേക ആയത്തുകൾ സീഡിയാക്കി വെച്ചിരിക്കുന്നു. റുഖിയ ശറയ്യ എന്ന പേരിൽ കുറെ മന്ത്രങ്ങൾ സീഡിയാക്കി വെച്ചിരിക്കുന്നു. നിത്യജീവിതത്തിലെ പ്രാർത്ഥന പോലും പഠിപ്പിച്ചു കൊടുക്കാനോ പഠിക്കാനോ തയ്യാറാവാതെ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിൽ പോലും ഓതേണ്ട ആവശ്യം വരുന്ന വിവരമില്ലാതെയാണ് ആവേശം കയറിക്കൊണ്ട് ഇത്തരം മന്ത്രവാദികളും ആത്മീയ തട്ടിപ്പുകാരും സീഡികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ. നമ്മളിത് പറയുമ്പോ ഇവരിതാ സർവ മന്ത്രത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ എതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും എതിരല്ല. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രാർത്ഥന ചൊല്ലണം, വീട്ടിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലണം, കിടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലണം, ആയത്തുകൾ ഓതണം, അതുപോലെ ആയത്തുൽ കുർസി ഓതണം. ഇതെല്ലാം മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അവന് പ്രൊട്ടക്ഷനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ കാര്യങ്ങൾ തിരിച്ചു മനസ്സിലാക്കുന്നിടത്ത് ആളുകൾക്ക് പിഴവ് സംഭവിക്കുന്നു. ഇതിന്റെ മറവിൽ സീഡികൾ കൊടുത്തുകൊണ്ടും അതുപോലെ പ്രത്യേകമായ ചില അധികാരികൾ പഠിപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ സമൂഹത്തെ വ്യാജാത്മീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ശക്തികളെയാണ് പിടിച്ചു വെക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുവാക്കളെ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ വളച്ചുകൊണ്ടുപോയി തീവ്രവാദത്തിലേക്കും ഭീകരവാദ പ്രസ്ഥാനത്തിലേക്കും നൽകുന്ന കപടാത്മീയവാദികളുടെ കുത്തിനു പിടിക്കുവാൻ നവോത്ഥാന കേരളത്തിലെ ചുറുചുറുക്കുള്ള യുവാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്.
പലപ്പോഴും പല സ്റ്റേജുകളിലും ഇറാഖിലെ ISIS പോലുള്ള സലഫിയത്തിന്റെ മറവിൽ, സുന്നിയത്തിന്റെ മറവിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ പറ്റി നമ്മൾ പറയുമ്പോ വ്യാജാത്മീയതകൾ കമായൊന്നും മിണ്ടുന്നില്ല. കാരണം അവർക്കറിയാം ഇത്തരത്തിലുള്ള ആത്മീയവാദികൾ മുഴുവൻ ചേക്കേറിയിട്ടുള്ള ഭീകര സംഘടനയാണത്. അവരുടെ സഹായം ഇത്തരം ആത്മീയവാദികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത്തരം സംഘങ്ങൾക്ക് തിരിച്ചും അവർ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെയുള്ള വ്യാജാത്മീയവാദികൾക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ നിന്ന് ഇത്തരം ഭീകരവാദ സംഘടനകൾക്കെതിരെ അതിശക്തമായി കൊണ്ട് പ്രതികരിക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഇതെല്ലാം കേട്ടും കണ്ടും പതുങ്ങി നിൽക്കുന്നത്. ഇത് അപകടമാണ്. നമ്മുടെ സമൂഹത്തെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2-3 വർഷം മുമ്പ് നമ്മൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് പൊതു സ്റ്റേജുകളിൽ പറഞ്ഞപ്പോ എവിടെ വ്യാജാത്മീയവാദികള്, എവിടെ യമനിലേക്ക് പോകുന്നവര്, എവിടെ ഭീകരവാദ സംഘടനകളിലേക്ക് പോകുന്നവര് എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മിണ്ടാട്ടമില്ല. കാരണം അവർ പറഞ്ഞും പ്രചരിപ്പിച്ചും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ തരിപ്പിൽ കയറ്റിയതിന്റെ ഫലമായി എഞ്ചിനീയറിംഗിൽ പഠനവും മെഡിക്കൽ പഠനവും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാർ കുടുംബത്തെയും വിട്ട് നാട് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്ത്യ രാജ്യത്ത് പല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദ പ്രവർത്തനത്തിന്റെയും പേരിൽ പിടികൂടുകയുണ്ടായി. കുറെയൊക്കെ ഇവിടെ സംഘപരിവാര ശക്തികൾ നിർമ്മിച്ചെടുക്കുന്ന കെട്ടുകഥകളാണെങ്കിൽ പോലും ചില യാഥാർത്ഥ്യങ്ങൾ അതിനിടയിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിലെല്ലാം പിടിക്കപ്പെട്ടിട്ടുള്ള യുവാക്കളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യാസമ്പന്നരാണ്, IT പ്രൊഫഷണലുകളാണ്, നാട്ടിൽ നല്ല വിവരമുള്ള ആളുകളാണ്. ആ ചെറുപ്പക്കാരെയാണ് ഇവിടുത്തെ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുടെയും ആത്മീയവാദികളുടെയും തമ്പുരാക്കന്മാർ തട്ടിയെടുത്തുകൊണ്ട് ദേശത്തിന് നേരെ യുദ്ധം ചെയ്യുവാനും ഇന്ത്യ രാജ്യത്തിന് നേരെ ഭീകരവാദ പ്രവർത്തനം നടത്തുവാനും കൊടിയ ഭീകരന്മാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഈ രാജ്യത്ത് സംഭവിച്ചതാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും വ്യാജാത്മീയ കേന്ദ്രങ്ങളെ വെറുതെ വിടുകയാണെങ്കിൽ. അതുകൊണ്ട് ഈ രാജ്യത്തെ ആളുകളോട് മുഴുവൻ നമുക്ക് പറയാനുള്ളത് അതാണ്. വ്യാജാത്മീയതയുടെ കേന്ദ്രങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തിന്റെ വിത്തുകൾ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഇവിടെ ടൈഗർ ഫോഴ്സ് എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അവർ ജീവൻ അപഹരിക്കുകയും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് ഭീഷണിയാവുകയും തീർന്നിരുന്നു. എന്തായിരുന്നു അവരതിന് പ്രേരിപ്പിച്ചിരുന്നത്? അൽ ഇഹ്സാൻ പോലുള്ള സംഘടനകൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ 1000 തക്ബീറുകള്, 10000 റക്അത്ത് നമസ്കാരങ്ങള്, 1,00,000 തസ്ബീഹുകള് എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ തരിപ്പിൽ കയറ്റി പള്ളിയിൽ നേരം വെളുക്കുവോളം ദിക്ർ ചൊല്ലി ഭ്രാന്താക്കുന്ന ഏർപ്പാടിലൂടെയായിരുന്നു അന്യമതത്തിലുള്ളവരോടും അന്യ സംഘടനയിലുള്ളവരോടും ക്രൂരത കാണിക്കുവാൻ വേണ്ടി ഈ യുവാക്കളെ സജ്ജമാക്കിയിരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും വ്യാജാത്മീയതയുടെ ബാനറിൻ കീഴിൽ പള്ളികൾ ആക്രമിക്കുവാനും സെന്ററുകൾ ആക്രമിക്കുവാനും വിശ്വാസികളെ അവരുടെ ആരാധന സ്വാതന്ത്ര്യമില്ലാതാക്കുവാനും ഒക്കെ വലിയ വലിയ പരിശീലനം നൽകിക്കൊണ്ടാണ് വ്യാജാത്മീയവാദികള് അവരുടെ യുവാക്കളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ കുടുംബങ്ങളെ ചിത്രീകരിക്കുന്നു, കുടുംബങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ വസിക്കുന്ന കുടുംബങ്ങളിലും അവർ വസിക്കുന്ന സമൂഹത്തിലും അവർ ശല്യക്കാരായി മാറുന്നു. താടി നീട്ടമുണ്ട്, അതുപോലെ വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്, എല്ലാം ശരി. പക്ഷേ സ്വഭാവം മാത്രം കൊള്ളില്ല, മാന്യമായ പെരുമാറ്റമില്ല. സമൂഹത്തിന് ശല്യമായി തീർന്ന അത്തരത്തിലുള്ള ജിന്നുവാദികളെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ആരാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അത്തരം ബുദ്ധി കേന്ദ്രങ്ങളെയാണ് നാം അന്വേഷിക്കേണ്ടത്. പലപ്പോഴും അത്തരത്തിലുള്ള വാദങ്ങൾ വരുമ്പോ പുതിയതല്ലേ എന്ന് കരുതിക്കൊണ്ട് ചെറുപ്പക്കാർ ചാടി വീഴുക എന്നത് സ്വാഭാവികമാണ്. കാരണം വിരലുകൾ കൊണ്ട് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് പറന്നു കയറുവാൻ സാധിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവരങ്ങൾ ആർക്കും അടക്കി വെക്കാൻ കഴിയില്ല. പക്ഷേ വിവരങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വിവരങ്ങളിൽ നിന്ന് ആധികാരികമായത് തെരഞ്ഞെടുക്കുവാനുള്ള വിവേകമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകേണ്ടത്. അത് നൽകുന്നതിന് പകരം ഇന്റർനെറ്റിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുഴുവൻ വിവരമാണ് എന്ന ധാരണയാണ് ഇവിടുത്തെ വ്യാജാത്മീയവാദികൾ സൃഷ്ടിച്ചത്. ഇവിടുത്തെ ഗ്രന്ഥങ്ങളും പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ള പൗരാണികരായ പണ്ഡിതന്മാർ പറഞ്ഞ, സലഫ് സ്വാലിഹീങ്ങൾ പറഞ്ഞ വളരെ പക്വമായ അഭിപ്രായങ്ങൾ പോലും തള്ളിക്കൊണ്ട് ഇവിടെയുള്ള പണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും ഒന്നും വിവരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം വെല്ലുവിളിച്ച് വ്യാജാത്മീയ വേഷത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ച ആളുകൾക്ക്
എന്താണ് നേടാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും ചെറുപ്പക്കാരെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ, അവരെ ദിശാബോധം നൽകാതെ ശരിയായ ദിശയിലേക്കല്ലാതെ അവരെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും വലിയ അപകടമാണ് വരാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് കേരളം വളരെ ജാഗ്രതയിലാണ് എന്നാണ് ഈ കപടയാത്മീയവാദികൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ജൈത്രയാത്ര തുടരേണ്ടതുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് തലശ്ശേരിയിലും അതുപോലെ മലപ്പുറത്തും അതുപോലെ തെക്കൻ ജില്ലകളിലുമെല്ലാം വ്യാപകമായ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. എല്ലാ വീടുകളിലും ഇതിന്റെ മെസ്സേജുകൾ എത്തിക്കേണ്ടതുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഇതിന്റെ മെസ്സേജുകൾ എത്തിക്കേണ്ടതുണ്ട്. വ്യാജ ആത്മീയവാദികൾ എവിടെ താമസിക്കുന്നുവോ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അതുപോലെ നിയമപാലകരെയും എത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മുഴുവൻ കേന്ദ്രങ്ങളെയും തുരത്തുവാനുള്ള ഏർപ്പാടുകൾ നടത്തുവാൻ മുജാഹിദുകളെ നാമാണ് മുന്നോട്ട് വരേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും തരാതരം പോലെ തേജ് പോലെ മാറിയും തിരിഞ്ഞുമൊക്കെ അവർ പറയുകയും അവർ ഒളിഞ്ഞു കളിക്കുകയും ചെയ്യും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹാദൗത്യവുമായി വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സർവ്വ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായി രംഗത്ത് വരിക. ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന സർവ്വ ദുശക്തികൾക്കെതിരെയും നിങ്ങൾ രംഗത്ത് വരിക. ഈ സമൂഹത്തില് പ്രബോധന സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഈ രാജ്യം നമുക്ക് വലിയ സ്വാതന്ത്ര്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക. ആ പ്രബോധന സ്വാതന്ത്ര്യം ഹനിക്കുന്ന രൂപത്തിൽ മത തീവ്രതയും ഭീകരതയും പടർത്തുന്ന ഒരേർപ്പാടുകളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.